കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ വൈകിയേക്കും. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, കുടുംബത്തിലെ ഒരു അംഗത്തിന് ഗവൺമെന്റ് ജോലി, 2 കാട്ടുപോത്തിനെയും വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നടപടികൾ ആരംഭിക്കൂ. കലക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. വർഷ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വർഷ, നിലവിൽ ഈ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ വൈകുന്നതിനുണ്ടായ കാരണം എന്താണ് നിലവിലത്തെ പ്രതിസന്ധി? ഒപ്പം ഈ അബ്രഹാമിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? നന്ദു, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. ഇവിടെയാണ് എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും ഇവിടെ ആണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാരണം ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കൂ. ഇപ്പോൾ നമുക്ക് MT രമേശിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. മനുഷ്യജീവന് ഇതുപോലെ വിലയില്ലാതാവുന്ന സന്ദർഭം നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെയും വനവകുപ്പിന്റെയും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഉണ്ടാവണമെന്ന് കേന്ദ്ര വനം മന്ത്രാലയം, പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. മനുഷ്യരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയാണെങ്കിൽ അവരെ അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായിട്ടുള്ള അധികാരം സംസ്ഥാന സർക്കാരിലും വനം വകുപ്പിലും നിക്ഷിപ്തമാണ്. ആ അധികാരം അവർക്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന വകുപ്പിനെ അറിയിച്ചതാണ്. ഫെബ്രുവരി മാസം 23-ാം തീയതി രാജ്യസഭയിൽ ഇടതുപക്ഷത്തിന്റെ MP ആയിട്ടുള്ള ശ്രീ സന്തോഷ് കുമാറിന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരത്തിൽ MP നൽകിയ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ ഈ അവകാശം കൊടുത്തിട്ടുള്ളതാണ്. അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് മറ്റൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇല്ല എന്ന് യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയതാണ്. പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ട്? ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ 48 മണിക്കൂർ നേരം അതിന്റെ ഭീതി നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിനെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ സർക്കാർ ആദ്യം തയ്യാറാകാഞ്ഞത്? ഇപ്പൊ അവസാന നിമിഷം ഇന്നലെ ഉത്തരവ് കൊടുത്തത് വൈകി ഉത്തരവ് കൊടുത്തിട്ട് എന്താ കാര്യം? ഇത് 48 മണിക്കൂർ മുമ്പേ ആകാമായിരുന്നല്ലോ. എന്ത് തടസ്സമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്? വനംവകുപ്പ് മന്ത്രി ഇപ്പോഴും വിചിത്രമായിട്ടുള്ള ന്യായമാണ് പറയുന്നത്. ഇങ്ങനെ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്ര ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നതെന്ന്. കേന്ദ്ര ഗവൺമെന്റ് എന്താണ് തടസ്സം നിൽക്കുന്നത്? ഏത് കേന്ദ്ര നിയമമാണ് തടസ്സം നിൽക്കുന്നതെന്ന് വനമന്ത്രി പറയണം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. ആ വെടിവെക്കാൻ ഉത്തരവിട്ടത് നിയമം മാറ്റിയതിനു ശേഷമാണോ? കേന്ദ്ര നിയമം തടസ്സമാണെങ്കിൽ ഇന്നലെ വെടിവെക്കാൻ ഉത്തരവിടാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഒരു നിയമവും മാറ്റിയിട്ടില്ലല്ലോ. അപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വേണ്ടി ഇടപെടാം എന്ന് നിയമത്തിലുണ്ട്, വകുപ്പുണ്ട്. ആ നിയമം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മന്ത്രി പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം വനമന്ത്രി വീണ്ടും വയനാട്ടില് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ വയനാട്ടിൽ വരികയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയുടെയും മുമ്പിൽ ഈ കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആരാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് തടസ്സം നിൽക്കുന്നത്? ഏത് നിയമമാണ് തടസ്സം നിൽക്കുന്നത്? എന്തിനാണ് പാവപ്പെട്ട മനുഷ്യരെയും കർഷകരെയും ഇങ്ങനെ ഈ വന്യമൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ട് ഇതൊരു സംസ്ഥാന സർക്കാരിന് ഇതിൽ കൈകഴുകാൻ സാധിക്കില്ല. കുറ്റകരമായിട്ടുള്ള അലംഭാവമാണ്. എല്ലാറ്റിനും കേന്ദ്രത്തെ പഴി പറയുന്നത് ദയവ് ചെയ്ത് ഇതിനെങ്കിലും അവസാനിക്കണം. പാവപ്പെട്ട ആളുകളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ സംസ്ഥാന സർക്കാരും വനംവകുപ്പും തയ്യാറാക്കരുത്. ഇത് വനംവകുപ്പിന് ഇതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു വനംവകുപ്പ് മന്ത്രി എന്ന് കേരളം ആലോചിക്കുകയാണ്. ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു വനം വകുപ്പ് മന്ത്രിയുടെ ആവശ്യം എന്താണ്?
അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണിത്. ഇതൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന്റെ മുഖ്യപ്രതി സംസ്ഥാന വനം വകുപ്പും ഗവൺമെന്റുമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടത്താതെ നടപടികളിലേക്ക് നീങ്ങാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. ഇപ്പോഴും നഷ്ടപരിഹാരത്തെക്കുറിച്ച് സർക്കാർ സംശയത്തിലാണല്ലോ. ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 10 ലക്ഷം രൂപ ധനസഹായം കൊടുക്കാൻ ആവശ്യമായ പണം മുൻകൂറായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് എന്ന് വയനാട്ടിൽ വന്നിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് പറഞ്ഞത്. ആ പണം കൊടുക്കാൻ എന്താണ്? ബാക്കി പണമൊക്കെ പിന്നെ കൊടുത്തോട്ടെ. ഇമ്മീഡിയറ്റ് റിലീഫ് എന്നുള്ള നിലക്ക്, നഷ്ടപരിഹാരം എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 10 ലക്ഷം രൂപ ഈ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് കൊടുക്കാൻ എന്താണ് സർക്കാരിന്റെ തടസ്സം? സംസ്ഥാന സർക്കാരിന്റെ പണമല്ലല്ലോ, കേന്ദ്രം കൊടുത്ത പണമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഈ ന്യായവാദങ്ങളൊന്നും വിലപ്പോവില്ല. അടിയന്തരമായിട്ട് ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേ നന്ദു, MT രമേശ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ജനങ്ങളുടെ ആവശ്യം. നേരത്തെ എളമരം കരീം MP വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് കേന്ദ്ര വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ MT രമേശ് പറയുന്നത് അങ്ങനെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള അനുവാദം സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് MT രമേശ് ഇപ്പോൾ പറയുന്നത്. എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. ഈ 2 ദിവസം മുമ്പ് തന്നെ ഈ കൂരാച്ചുണ്ട് ഭാഗത്ത് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സമയം സമയത്ത് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന് കാണിച്ച് അപേക്ഷയും നൽകിയിരുന്നു. എന്നാൽ അതിലൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു കർഷകന് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കൂ. കുടുംബം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ 50 ലക്ഷം രൂപ ധനസഹായം നൽകണം, കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണം, കൂടാതെ ഈ 2 കാട്ടുപോത്തിനെയും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിറക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗം നടക്കുന്നുണ്ട്. ഇതിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കൂ. അതിനുശേഷമേ പോസ്റ്റ്മോർട്ടം നടക്കൂ. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ എബ്രഹാമിന്റെ മൃതദേഹവുമായി കോൺഗ്രസുകാർ പ്രതിഷേധം നടത്തുമെന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഈ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് എളമരം കരീം MP ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇതൊരു ഒരു വൈകാരിക പ്രശ്നമാണ്, ഇതിനെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് എളമരം കരീം MP തൊട്ടുമുമ്പ് പറഞ്ഞത്. എന്നാൽ ഇന്ന് UDF-ന്റെയും LDF-ന്റെയും നേതൃത്വത്തിൽ കൂരാച്ചുണ്ട് പ്രദേശത്ത് ഹർത്താലും പുരോഗമിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഹർത്താലും നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾ എത്തി കാര്യങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം കളക്ടർ ഉറപ്പ് നൽകിയാൽ ഉടൻ തന്നെ ബന്ധുക്കൾ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം.